എന്താ മോളെ നിന്റെ ആഗ്രഹം? ഈ മാഷ് പറ്റുന്നതാണെങ്കിൽ സാധിച്ചു തരാം. അതെന്താ മാഷ് എല്ലാവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കോ? എന്നാ എന്റെ കൂടെ സാധിച്ചതാ. പറ മോളെ, മോളുടെ ആഗ്രഹം എന്താ? എനിക്ക് ക്ലാസ്സിന്റെ ലീഡർ ആവണം. അതാണ് മോളെ, അതൊക്കെ ചിന്ന ആഗ്രഹമല്ലേ, അതൊക്കെ ഈ മാഷ് സാധിച്ചു തരാം. സ്കൗട്ട് ആൻഡ് ഗൈഡ്സിനൊക്കെ പോയവരൊക്കെ വരട്ടേട്ടോ, എന്നിട്ട് എല്ലാവരുടെ മാഷ് പറഞ്ഞോളാം. ഓക്കേ സർ. ഏതായാലും മോള് സെൽഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞോളൂ, അതിന് എല്ലാവരും വന്നിട്ട് പറയണോ? കുഴപ്പമില്ല, നീ രണ്ടുവട്ടം പറയാൻ ഞാൻ കോൺഫിഡന്റ് ആണ്. എന്താ മോള് പറഞ്ഞു? My name is Anne Maria. I am coming from America. We are settled in America. And my grandfather is the top one businessman in Kerala. And my father is a police. അയിനി എന്ത് നിങ്ങളൊക്കെ എന്നെ ഇങ്ങനെ നോക്കുന്നേ? പിന്നെ സർ, എനിക്കൊരു ഉപകാരം കൂടി ചെയ്യണം. എന്താ മോളെ? എനിക്ക് ഇവിടുന്ന് വിട്ടുപോയ 2 കുട്ടികളില്ലേ, അവരുടെ ഡീറ്റെയിൽസ് വേണമായിരുന്നു. ഏത് കുട്ടികൾ? എന്തായിരുന്നു? ഓ, ക്ലാര, അഞ്ജലി. എന്തിനാ ഇവക്ക് അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ? സർ, എനിക്ക് അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് വേണമായിരുന്നു. ഓക്കെ മോളു ഫ്രീ പീരീഡ് ആകുമ്പോ ഓഫീസിലേക്ക് വാ, അവിടുന്ന് സാർ പറഞ്ഞുതരാട്ടോ. ഞാൻ ഡീറ്റെയിൽസ് എടുക്കട്ടെ കേട്ടോ. ഇപ്പൊ തന്നെ ആയാ നന്നായിരുന്നു സർ. ഇന്ന് ഉച്ചയ്ക്ക് സ്കൂൾ വിടുന്നല്ലേ, ഒന്ന് പെട്ടെന്ന് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന്. ഇവർക്കൊക്കെ അവരെ കുറിച്ച് അറിയാം, നീ ഇവരെ അടുത്ത് ചോദിക്കുമോ? വേണ്ട, എനിക്ക് സർ തന്നെ പറഞ്ഞു തന്നാ മതി. ഇന്ന് വാ മോളെ, സാർ പറഞ്ഞുതരാം. കണ്ടോ അവള് നമുക്കിട്ട് പണയം വേണ്ടിട്ടോ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്നേ. അതെനിക്കും തോന്നി. അല്ല, എന്തെല്ലാരും ഈ സ്കൂളില് നമുക്കിട്ട് പണയം നടക്കുന്നത്? എന്ത് ചെയ്യാനാ, നമ്മളൊരു മണ്ടത്തിനെ കാണിക്കും, അത് പിന്നെ ഇങ്ങനെയൊക്കെ തീരും. അല്ലാണ്ട് എന്ത് ചെയ്യാ? ഇന്ന് ഉച്ചയ്ക്ക് സ്കൂളിൽ വിട്ട് നന്നായി അല്ലേ? ശരിയാ. നമുക്ക് ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് ചിന്നപ്പേടി പോയി മിഠായി മേടിക്കണം. നിങ്ങൾ ഒന്നും പറയണ്ട, നിങ്ങൾ എന്നെ കൂട്ടാതല്ലേ എല്ലായിടത്തേക്കും പോക്ക്. എനിക്ക് സങ്കടമൊന്നുമില്ല, ഞാൻ ചെറിയൊരു വിഷമം കിട്ടും. മതി, ബസ് വരട്ടെ, നിങ്ങൾ തിരക്കാൻ നിൽക്കേ. എന്റെ അടുത്ത് 20 ഉറുപ്പ്യ ഉണ്ട്, നമുക്ക് സ്കൂൾ വിട്ട് നേരിട്ട് പോവാം. ഇന്ന പിന്നെ ആരെയും കൂട്ടാതെ ആവില്ല, ഒന്നും ആവില്ല. അയ്യേ, 20 രൂപക്ക് ഒരാൾക്ക് 5 രൂപ കിട്ടുള്ളൂ. എന്റെ കയ്യില് 10 രൂപ ഉണ്ട്, എന്റെ കയ്യിൽ 5 ഉണ്ട്, എന്റെ കയ്യിൽ 2 രൂപ ഉണ്ട്. അപ്പൊ നമുക്ക് 37 രൂപ ആയല്ലോ. നമുക്ക് ഒരു സാധനം വാങ്ങാം. ഓക്കെ. പൈസ കടത്തിയോ? എന്നെ പുതിയ കുട്ടിയെ, എനിക്ക് ഞങ്ങളോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടോ? എനിക്ക് നിങ്ങളോട് ഒരു ദേഷ്യമില്ല. ബട്ട് നിങ്ങൾ എന്റെ ഗ്രാൻഡ്പയെ അപമാനിച്ചു, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്റെ ഗ്രാൻഡ്പിനെ ഞങ്ങളൊന്നും അപമാനിച്ചിട്ടില്ല. എന്റെ ഗ്രാൻഡ്പ എവിടെ ഓഫീസിൽ ചോദിച്ചപ്പോ ഞങ്ങൾ അപ്പൊ പിടിച്ചു കൊണ്ടാവത്തതാണോ കുഴപ്പം? ഇവക്ക് ജാടേന്. ഇച്ചപ്പി നല്ലപോലെ വർത്താനം പറയും. എനിക്ക് കമ്പനി ആവാൻ പറ്റും. നോക്ക്, വെറുതെ തല്ലുണ്ടാക്കാൻ നിൽക്കണ്ട. ഈ കൊല്ലം ആരെങ്കിലും തല്ലുണ്ടാക്കാതെ പോകാൻ പൂതിച്ചിക്കണേ. എനിക്ക് നിങ്ങളോട് ഒരു ദേഷ്യമില്ല, ബട്ട് എനിക്ക് നിങ്ങളോട് പകരം ചോദിക്കണം. അതിനായി ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം. പിന്നെ ഈ പറഞ്ഞ കേൾക്കാൻ നിൽക്കില്ലേ ഇപ്പൊ ഞങ്ങൾ ഇവിടെ? അല്ല, അവള് പറയട്ടെ, നോക്കാന്നേ. ഈ ദേഷ്യം വെച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ, ഇതൊക്കെ പറഞ്ഞു തീർക്കണ്ടേ. അത് ഫസ്റ്റ് ദിവസം തന്നെ ഇത്ര ദേഷ്യമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായി? നിങ്ങൾ എന്റെ ഗ്രാൻഡ്പയുടെ കാല് പിടിച്ച് മാപ്പ് പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് കമ്പനി ആവാം. ഐ മനമേ, അങ്ങനെ പറഞ്ഞ കമ്പനി ഞങ്ങൾക്ക് വേണ്ട. അല്ല, പൈസ കാത്തി സ്കൂൾ ബസ്സിലാണ് പോണത്. നെവർ. ബൈ. ഇവളേക്ക് കമ്പനി ആവാൻ പറ്റുമോ നോക്കാം. ചേച്ചി ഇങ്ങനെയൊക്കെയാണോ? അവൾ ചേച്ചിയുമായി കമ്പനി ആയോ? ഞാൻ വിചാരിച്ചു അവൾ ഞങ്ങൾക്ക് എതിരെ നിൽക്കുന്നു, അതുകൊണ്ടാ ഞാൻ സ്കൂളിൽ വെട്ടി പോകുന്നത്. എടി വണ്ടി, ചിലപ്പോ അങ്ങനെയൊക്കെ ആയേനെ. പക്ഷെ ഇത് സംഭവം എന്താണെന്നറിയോ? അവർ വന്നപ്പോ തന്നെ ഇച്ചാപ്പി അവരെ നല്ലോണം ചടപ്പിച്ചു. അതാ അവർക്ക് അവരുടെ ദേഷ്യം ഉണ്ടാക്കാൻ കാരണം. അല്ലേ ചിലപ്പോ അവർക്ക് ഒരു ഗ്യാങ് ആയേനെ. ഇനിയൊരു പുത്ത ചാൻസ് കിട്ടിയിട്ട് ഞാൻ ക്ലാരെ കളഞ്ഞ. ഇനി സ്കൂൾ മാറാൻ പറ്റുമോ? ഇനിയിപ്പോ സ്കൂൾ മാറാനൊന്നും പറ്റുന്നുണ്ടാവില്ല. നമുക്ക് മമ്മിയോട് പറഞ്ഞു നോക്കാം. മമ്മി എന്നോട് 1000 പ്രാവശ്യം പറഞ്ഞതാ, അവിടെ തന്നെ നിന്നോ, അവിടെ നിന്റെ ഷോക്ക് നടക്കുള്ളൂ എന്ന്. പക്ഷെ എനിക്ക് ഇവിടെ പേടിയായിരുന്നു. സത്യം പറയാലോ, ഉള്ളതുകൊണ്ട് എനിക്ക് ഇവിടെ പേടിയാ. അതുകൊണ്ട് ഞാൻ എടിമണ്ടി ഇവളുമായി കമ്പനി ആയിരുന്നാൽ മതിയല്ലോ. പക്ഷെ ഇവളങ്ങനെ പെട്ടെന്ന് കമ്പനി ആവാൻ ടൈപ്പ് അല്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ. പക്ഷെ എന്നോട് കമ്പനി ആയി. നിങ്ങളെ പറ്റി പറഞ്ഞപ്പോ അവർക്ക് നിങ്ങളോട് ഇൻട്രസ്റ്റ് ഉണ്ട്. കാരണം എന്താണെന്നറിയോ? നിങ്ങൾ അവർക്കെതിരെയാണെന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു അവൾ ഞാൻ അവരുടെ കൂടെ ഗ്യാങ് ആവുന്നൊക്കെ. എന്തായാലും എന്നോട് നല്ല രീതിക്ക് സംസാരിച്ചു. നിന്നെ പറ്റിയൊക്കെ ചോദിച്ചായിരുന്നു. അതായത് അവരുടെ പാസ്റ്റിനെ പറ്റി ചോദിച്ചപ്പോൾ നിന്റെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു. ഞാൻ കാണിച്ചത് മണ്ടത്തിലല്ല, സ്കൂൾ മാറേണ്ടില്ലായിരുന്നു. ഇനിയിപ്പോ ഇങ്ങനെ തിരിച്ചങ്ങടന്ന് വരാം. ഇനിയിപ്പോ തൽക്കാലം നീ അവിടെ തന്നെ നിന്നോ. ഇനി തിരിച്ചു വരണമെങ്കിൽ ലക്ഷങ്ങൾ വീരണം. അതുമല്ല, നീ മാത്രം പോന്നാ മതിയോ? ക്ലാരെ നീ വലിച്ചു കൊണ്ടുപോയതല്ലോ അങ്ങോട്ട്. ക്ലാരയുടെ മമ്മിയൊക്കെ നീ ഒരു വിധത്തിലല്ലേ കൺവിൻസ് ചെയ്ത്? ഒരു ഗോൾഡൻ ചാൻസ് ആണല്ലോ മിസ്സായത്. ഇങ്ങനെ മിസ്സാവാൻ പാടില്ലായിരുന്നു. അവൾ ക്ലാസ്സിൽ ലീഡറും ആയോ? ഇനിയിപ്പോ അവളെ ഭരിക്കല്ലേ ആ സ്കൂള്. എനിക്കിനി അവളുടെ ചാൻസ് ഉണ്ടാവും. എടി മണ്ടി, നീ സ്കൂൾ മാറിയില്ലായിരുന്നെങ്കിൽ നിനക്കും അവളുടെ കൂടെ സ്കൂൾ ഭരിക്കാമായിരുന്നു, മുമ്പ് ഉണ്ടായിരുന്നൊക്കെ പവറില്. പിന്നെ അതല്ല, അവളുടെ ഗ്രാൻഡ് നമ്പർ 1 ബിസിനസ്മാനാ. ഒരു അമ്പനിയുടെ അത്രക്ക് വരുത്രേ. പിന്നെന്തിനാ അവളെ പൊട്ട സ്കൂളിൽ ചേർന്ന് ഷോ കാണിക്കാൻ? അല്ലതെന്തിനാ? സംഭവം എനിക്ക് വന്നപ്പോ അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല, ഭയങ്കര ഓവർ ഷോയാ. പക്ഷെ അവളെ വെറുപ്പിക്കാൻ പറ്റില്ല. വെറുപ്പിച്ച വേണമെങ്കിൽ നമ്മുടെ സ്കൂളിലുള്ള നല്ല വിലയും പോകും. അതെന്താ? എടി, അവള് മാഷുമാരുടെയും ഹെഡ് മാഷിന്റെ ഒക്കെ കണ്ടിട്ടുണ്ടേടി. എന്നിട്ട് നമ്മളെ ആർക്കും ഇഷ്ടമില്ലായിരുന്നല്ലോ. നമ്മൾ പൈസക്കാരായിട്ട് നമ്മളെ പോലെ ആവറേജ് പൈസക്കാരല്ല അവരെ. അവരെ അങ്ങ് ഹൈ ലെവൽ പൈസക്കാരാ. ഒരു ഹൈ ലെവൽ പൈസക്കാര്.
എന്തൊരു ഗോൾഡ് ചാൻസ് ഞാനും ക്ലാരും കൂടി നഷ്ടപ്പെടുത്തി ഞങ്ങൾക്ക് 3 പേർക്കും കൂടി ഫ്രീ ആയിട്ട് അവർ നന്നായിട്ട് തൂക്കാമായിരുന്നു. ഇതെല്ലാം പ്രശ്നങ്ങളൊക്കെ പ്ലാൻ ചെയ്യാമായിരുന്നു. പക്ഷെ എല്ലാം പോയല്ലോ. ഞങ്ങളുടെ ക്ലാസ്സിൽ ആകെ കുറച്ച് കുട്ടികളാണുള്ളത്. മിക്കവാറും എനിക്ക് തോന്നുന്നത് അവർ അടിയൊക്കെ മാറ്റി ഫ്രണ്ട്സ് ആവുന്ന. എടി നീ എങ്ങനെയൊക്കെ സ്കൂൾ മാറാനുള്ള പരിപാടി നോക്കും. ആ ബെസ്റ്റ്. ആ സ്കൂളിൽ നിന്ന് വെട്ടാൻ വേണ്ടിട്ട് എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയോ? അമ്മയുടെ കാല് പിടിച്ചിട്ടുണ്ട്. ഇനി തിരിച്ചുകയാണെങ്കിൽ ആരൊക്കെ കാല് പിടിക്കണം? ഒരു വഴിയുണ്ട്. എന്ത് വഴി? ഞാൻ പറഞ്ഞുതരാം. പറ അങ്ങോട്ട്. മനുഷ്യന്റെ മൂടൊക്കെ കളഞ്ഞിട്ട് ഇനിയിപ്പോ വഴി പറഞ്ഞാട്ടെ. എന്നാലും അവൾ ചേച്ചിയുടെ അടുത്ത് കമ്പനിയാവും ഞാൻ വിചാരിച്ചു. ബിസിനസ്മാന്റെ പേരക്കുട്ടി എന്നൊക്കെ പറയുമ്പോ എത്ര ഉണ്ടാവൂലേ? അവളുടെ കൂടെ നടക്കാനെങ്കിൽ നല്ല സ്റ്റാൻഡേർഡ് ആയ. ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കയ്യിൽ വന്ന ഗോൾഡൻ ചാൻസ് നീ തട്ടിക്കളഞ്ഞത്. അല്ല, നീ ആ സ്കൂളിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ ചാപ്പി വേണമെങ്കിൽ അവളുടെ അടുത്തൊന്നും സംസാരിക്കത്തുണ്ടാവില്ല. എന്തായാലും നിനക്ക് ഭാഗ്യമില്ല. ശരിയാ, എനിക്കല്ലേലും ഒന്നിനും ഭാഗ്യമില്ലല്ലോ. ഈ സ്വഭാവം വെച്ച് നടന്നാലേ എല്ലാത്തിലും ഭാഗ്യം കാണും. നിന്നോടാ എടുത്ത് ചാടി സ്കൂളിൽ വെട്ടാൻ പറഞ്ഞേ? എന്നോട് അപ്പോഴും പറഞ്ഞല്ലേ വെട്ടണ്ടാന്ന്. ചേച്ചി ഇനി ചേച്ചിയും കൂടെ എന്നെ സങ്കടപ്പെടുത്തല്ലേ. ഞാൻ ഈ സങ്കട കളിയിൽ നിന്ന് നീട്ടി കയറിക്കോട്ടെ. വഴി എന്താന്ന് വെച്ചാൽ മമ്മിയുടെ കാലിൽ വീഴാം. ഇതൊക്കെ ഒന്ന് പറയാം. മമ്മി വീണോളൂ. എന്റെ ചേച്ചി ഇനി മമ്മി വിചാരിച്ച പോലെ സ്കൂൾ മാറ്റാൻ പറ്റില്ല. അത്രയും ക്യാഷ് കൊടുത്തിട്ടാ എന്നെ ഇപ്പൊ ചേർത്തിരിക്കുന്ന സ്കൂളിൽ ചേർത്തിരിക്കുന്നത്. ഇനി ആ ക്യാഷിന് അവർ തിരിച്ചു തരില്ല. അത്രയും ക്യാഷ് നഷ്ടമെന്ന് പറഞ്ഞാൽ മമ്മി തന്നെ സമ്മതിക്കില്ല. കുന്തം.